എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കിറ്റ്, ബസൂക്ക, സുമതി വളവ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കൂടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മാസമാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബിബിൻ ജോർജ് ആണ് കൂടൽ സിനിമയിലെ നായകൻ. സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് കൂടൽ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. കമ്മീസൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഈ വീക്കാണ് കൂടൽ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കമ്മട്ടം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസാണ്. C5 ആണ് സീരീസ് പുറത്തിറക്കുന്നത്. സെപ്റ്റംബർ 5-ന് കമ്മട്ടം എന്ന സീരീസ് C5-ൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൂത്രവാക്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈൻ ടോം ചാക്കോ, വിൻസി തുടങ്ങിയവരാണ് സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ കഴിഞ്ഞ ദിവസമാണ് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിലും സൂത്രവാക്യം റിലീസായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കിങ്ഡം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എവറേജ് അഭിപ്രായമാണ് കിങ്ഡം എന്ന സിനിമ നേടിയെടുത്തത്. വിജയ് ദേവർകൊണ്ടയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 28-ന് കിങ്ഡം സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസുണ്ട്. മലയാളത്തിലെ സിനിമ അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ഹൃദയപൂർവ്വം. ഓഗസ്റ്റ് 28-നാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ റിലീസാവുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. ഒരുപാട് പേര് ഹൃദയപൂർവ്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. കഴിഞ്ഞ വർഷമായിരുന്നു സിനിമ വന്നത്. എവറേജ് അഭിപ്രായമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ നേടിയെടുത്തത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സൈന പ്ലേ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഇത്. 2023-ലാണ് ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുതുമുഖ താരങ്ങളാണ് കർണ നെപ്പോളിയനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓണത്തിനായിരിക്കും കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തങ്കമണി റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോയത്. നിതാപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഓണത്തിനായിരിക്കും തങ്കമണി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. ലാലും അനൂപ് മേനോനുമാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത വീക്കാണ് ചെക്ക്മേറ്റിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. മികച്ച ആക്ഷൻ രംഗങ്ങളാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വരാൻ പോവുകയാണ്. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് റിലീസാക്കിയില്ല. ഇപ്പോൾ ഇതാ ബസൂക്ക ഓണത്തിന് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും അടുത്ത വീക്കായിരിക്കും ബസൂക്ക C5-ൽ റിലീസാകുന്നത്. മമ്മൂട്ടിയുടെ തിരിച്ചറിവിന് വേണ്ടിയാണ് ബസൂക്ക ടീം കാത്തിരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരു ചെറിയ കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോകുന്നത്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് സർക്കിട്ട് സിനിമ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ കമ്മീസൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സർക്കിറ്റിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ ഓണത്തിനാണ് സർക്കിറ്റ് സിനിമ മനോരമ മാക്സിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 400 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് കൂലി. ലോകേഷാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. രജനികാന്ത്, അമീർ ഖാൻ, സൗബിൻ, നാഗാർജുന തുടങ്ങി ഒരുപാട് പേര് കൂലി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എവറേജ് അഭിപ്രായം മാത്രമാണ് കൂലി സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ കൂലി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് കൂലി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസാക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് സെപ്റ്റംബറിലായിരിക്കും കൂലി സിനിമയുടെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമായിരുന്നു സുമതി വളവ് നേടിയെടുത്തത്. ഒരുപാട് ചിരിക്കാനും അതുപോലെ ഹൊററും സിനിമയിലുണ്ട്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ.
ഒരു നീണ്ട താരനിര തന്നെ സുമതി വളവിൽ അഭിനയിച്ചിട്ടുണ്ട്. സുമതി വളവ് ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും കളക്ഷൻ സിനിമ നേടി. 30 കോടിക്ക് മുകളിൽ സുമതി വളവ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തു. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സുമതി വളവിൻ്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത മാസം സെപ്റ്റംബറിൽ ഓണത്തിനാണ് സുമതി വളവ് OTT റിലീസിന് ഒരുങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.